21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷം. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് റോഡിലിറങ്ങാനും കുട്ടികൾക്ക് മദ്രസകളിലേക്കും സ്കൂളിലേക്ക് പോകാനും പോലും ഭയാവഹമായ സാഹചര്യമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലായി വലമ്പൂർ പ്രദേശത്ത് തെരുവുനായയുടെ കടിയേറ്റ് 3 പേർക്ക് പരിക്കേറ്റതായും ഇത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്നും കമ്മിറ്റി അറിയിച്ചു. ആർട്ടിക്കിൾ 243G കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 പ്രകാരം ഗ്രാമപഞ്ചായത്തിന് പൊതുജനാരോഗ്യം, ശുചിത്വം, പൊതുസുരക്ഷ എന്നിവ ഉറപ്പാക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 316 അനുസരിച്ച് അപകടകാരികളായ മൃഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമാണെന്നും ഈ 2 നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും തെരുവുനായ പ്രശ്നത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, വൈസ് പ്രസിഡന്റ് സെക്കീർ ഐപ്ര തുടങ്ങിയവർ കുറ്റപ്പെടുത്തി. തെരുവുനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തായ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവുനായ ശല്യം കാരണം പൊതുജനങ്ങൾ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അതിരാവിലെ സവാരിക്ക് ഇറങ്ങുന്ന ആളുകൾ, ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആളുകൾ, പള്ളിയിൽ പോകുന്ന ആളുകൾ, മദ്രസയിലേക്കും ട്യൂഷൻ ക്ലാസ്സിലേക്കും പോകുന്ന കുട്ടികളൊക്കെ തെരുവുനായ ശല്യം കാരണം വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വലമ്പൂർ പ്രദേശത്ത് തെരുവുനായകളുടെ കടിയേറ്റ് 2-3 ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് തെരുവുനായ ശല്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനെ ഇല്ലായ്മ ചെയ്യുവാന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും ABC കേന്ദ്രം അനുവദിച്ചപ്പോൾ, അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം അനുവദിച്ചപ്പോൾ ഇന്നേ വരെ മലപ്പുറം ജില്ലയ്ക്ക് ഒരു ABC കേന്ദ്രം തുടങ്ങാനേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല.